ഇന്ന് മുതൽ എന്നേക്കും തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരെ ചെല്ലുമ്പോൾ നീതിമാന്മാരുടെ അവകാശം ഇരിക്കുകയില്ല. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയപരമാർക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ ദുഷ്പ്രവർത്തിക്കാരോട് പോകുമാറാക്കട്ടെ. ഇസ്രായേൽ മേൽ സമാധാനം വരുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം, ആരാധനയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ കർത്താവ് സ്വർഗത്തിന് കൽപ്പിച്ചാലും ഞങ്ങളെ പുറകോളക്കാതെ തന്നെ ഞങ്ങളോട് ഇടപെടുമാറാകണം. കർത്താവ് തന്നെ സംസാരിക്കണമേ, കാത്തോളം അനുഗ്രഹിക്കണം. നമ്മൾക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹബന്ധനത്തെ അറിയിക്കുക. ഇന്ന് നമ്മുടെ സഭയിൽ ഉപവാസം, നമ്മുടെ സഭയിൽ ആരാധന നടക്കുന്ന ദിവസമാണല്ലോ. അതിനോട് ചേർന്ന് നാം ഇവിടെ ആയിരിക്കുന്നു. നമുക്കവിടെ ഒത്തുചേർന്ന് പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മറ്റെന്തിനേക്കാൾ വലുതാണ് ആരാധന എന്ന് പറയുന്നത്. അത് ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം എന്ന് പറയുന്നത് പൊതുവായി നമ്മളൊരു ദിവസത്തെ തിരഞ്ഞെടുത്ത് അതിൽ ആരാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് മറ്റൊരു ദിവസമാണ് കർത്താവ് അനുവദിക്കുന്നതെങ്കിൽ ആ ദിവസം, ഏത് ദിവസമായിരുന്നാലും ആരാധനയാണ് ദൈവത്തിന്റെ മുമ്പാകെ മുഖ്യമായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ആര് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നാലും ആ ആരാധനയിൽ നിശ്ചയമായിട്ടും നമ്മൾ പഠിക്കുന്നത് പോലെ അവിടെ കർത്താവ് നമ്മെ വീണ്ടെടുത്ത നാളിൽ എന്തെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെയും ആരാധനയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് ആഴമുള്ള കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു ദൈവത്തിന് സ്തുതി തന്നെ. അത് തന്നെയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന. അതായത് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്തു എന്ന പാറമേൽ നിർത്തി ഗമനം സ്ഥിരമാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള ഗമനമല്ല. ഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പ് അല്ലെങ്കിൽ മുൻപോട്ടുള്ള ചലനം എന്നുള്ള വാക്കാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ടാറിട്ട റോഡ്, ആ ടാറിട്ട റോഡിൽ ഒരട്ട നേരെ വട്ടം കടന്നു പോവുക, അതറിയുന്നില്ല. അത് ടാറിട്ട റോഡ് പൊതുവെ ഗതാഗതം ഉള്ളത്, അതിലെ കടന്നു പോകുന്ന ആരും അതിലെ കടന്നു പോകുന്ന വണ്ടികൾ അതിന് ബാധകമാണെന്നുള്ളത് ചിന്തയൊന്നും അതിനില്ല. കാരണം അത് അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരു ജീവിയാണ്. അതങ്ങനെ കടന്നു പോകുമ്പോൾ ഒരാൾക്ക് നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നു, നിശ്ചയമായിട്ടും ആ വണ്ടി റോഡ് ഏകദേശം പകുതി കഴിഞ്ഞു ഈ ജീവി അനങ്ങി അപ്പുറത്ത് കിടക്കാനായിട്ട് റോഡിന്റെ പകുതി ഭാഗം കഴിഞ്ഞു. പകുതി ഭാഗം കഴിഞ്ഞെങ്കിലും കൃത്യമായി ടയർ വരുന്ന ഭാഗത്ത് വരുമ്പോൾ അതിന്റെ ജീവിതം അവസാനിക്കും. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കയ്യിലിരുന്ന ഒരു പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം അതിന്റെ പുറത്തേക്ക് അവിടെ നിന്ന് ഒരു കൊച്ചക്കൻ അങ്ങോട്ട് ഒഴിക്കാനിടയായി. ഈ വെള്ളം ശരീരത്തിൽ വീണ ഉടനെ തന്നെ ഈ ജീവി സ്പീഡ് അങ്ങ് പെട്ടെന്ന് മാറ്റി വേഗം കൂട്ടി അങ്ങ് കടന്നുപോയി. അപ്പൊ തന്നെ വണ്ടിയും കടന്നുപോയി. നമ്മളുടെ വരുന്നത് നമ്മളെല്ലാവരും കടന്നു പോകട്ടുന്ന ഒരു വഴിയുണ്ട്. ആ വഴി എന്ന് പറയുന്നത് മരണമാണ്. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകും. യോശുവ പറഞ്ഞത് ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകും. അതിൽ കൂടി കടന്നു പോകാത്ത ഒരുവനുമില്ല. എല്ലാവരും പഠിക്കുന്ന അനുസരിച്ച് ഹാനോക്കും ഏരിയാവും ഒഴികെ
പിന്നെ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങിയ ചിലരെല്ലാം ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഈ വഴിയിൽ കൂടി കടന്നുപോയേ മതിയോ. എന്നാൽ ഇത് എവിടെ അവസാനിക്കും, ഇത് എത്ര ദൂരത്തിൽ അവസാനിക്കും എന്നെല്ലാം നാം അറിയുന്നില്ല. അതിനകത്ത് നമ്മൾ ആ റോഡ് മുറിച്ച് കിടക്കുന്ന ജീവിയുടെ കാര്യം പറഞ്ഞതുപോലെ ഏത് സമയത്തും സംഹാരദൂതൻ, മരണം എന്ന് പറയുന്ന അതിന്റെ അധികാരിയായ പിശാച് എല്ലാ മനുഷ്യന്റെ മേലും അവകാശം പറഞ്ഞ് നടക്കുന്നുണ്ട്. അതാ എല്ലാവരെ കുറിച്ചും ഉള്ള അവന്റെ പ്രതീക്ഷയാണ്. അവന്റെ കയ്യിൽ വരും ഒരു ദിവസം, അവന്റെ കയ്യിൽ ഒരു ദിവസം വരും. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്തേക്കുള്ള ഒരു അടിസ്ഥാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ടത്. അനേകം പേര് സ്വത്ത് സമ്പാദിക്കുന്നു, സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നു, മക്കളെ സമ്പാദിക്കുന്നു, ഭവനം വലുതാക്കുന്നു, എല്ലാ കാര്യങ്ങളും. എന്നാൽ ബുദ്ധിയുള്ളവൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവന്റെ ചിന്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സാക്ഷാൽ ഇസ്രായേലിന്റെ അവസാനം, ഒരു ഭക്തന്റെ മരണം. അത് മതി കർത്താവ്, ഞാൻ അത് മാത്രമാണ് കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ഇത് ആഗ്രഹിക്കുന്നവനാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എന്റെ അവസാനത്തെ, എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്റെ അവസാനത്തെയും അറിയിക്കണം. അത് പെട്ടെന്ന് അറിയിക്കൊന്നുമില്ല. അത് അറിയിക്കണമെങ്കിൽ അതിൻ്റെതായ വ്യവസ്ഥയാണ്. അത് അറിയാൻ നമ്മൾ എല്ലാവർക്കും അത് കർത്താവ് അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പത്രോസിന്റെ ജീവിതം എങ്ങനെ അവസാനിക്കും. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, കർത്താവെ ഞങ്ങൾ അവസാനം ഞങ്ങൾ എത്ര നാളെന്തിനി, രണ്ടാമത്തത് എങ്ങനെ അവസാനിക്കും, ഇത് രണ്ടും അറിയിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം കിട്ടി എപ്പോഴാണ്? ശുശ്രൂഷ ലഭിക്കുമ്പോൾ. കർത്താവിനോട് കൂടെ നടന്നെങ്കിലും ശുശ്രൂഷ ലഭിച്ചിട്ടില്ല. കർത്താവ് മെച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശുശ്രൂഷ നിർവഹിപ്പിക്കാൻ പോവാ. ആ ശുശ്രൂഷ നിർവഹിപ്പിച്ചപ്പോ ഇപ്രകാരം പറഞ്ഞു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ അര കെട്ടി നിനക്ക് ഇഷ്ടമുള്ള എടുത്താണ്. എന്നാൽ ഇനി അങ്ങനെയല്ല, പിന്നെയോ നീ വൃദ്ധനായതിനു ശേഷം മറ്റൊരിടത്ത് നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അതായത് കർത്താവിനെ ക്രൂശിച്ചതുപോലെ പത്രോസിനെയും ക്രൂശിച്ച ഒരു അനുഭവം, ഒരു മരണം ഉണ്ടാകുമെന്ന് കർത്താവ് അവനോട് പ്രവചിച്ചതാണ്. അപ്പൊ അവന്റെ അവസാനം എങ്ങനെയാണെന്നുള്ളത് പത്രോസിനാണ്. കാര്യം മനസ്സിലായി, ഒരു കാര്യം മനസ്സിലായി. കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ലോകത്തിൽ ജനിച്ച നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. എല്ലാ മനുഷ്യനെ കൊണ്ട് ഉദ്ദേശമുണ്ട്, ദുഷ്ടനെ കൊണ്ട് ഉദ്ദേശമുണ്ട്. ദുഷ്ടനെ കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവസാനിക്കും? അനർത്ഥ ദിവസത്തിനായിട്ട് ദുഷ്ടൻ ഒരനർത്ഥം ഉണ്ടാകും, അതോടുകൂടി ദുഷ്ടൻ തീർന്നു പോകും. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന്റെ പക്ഷക്കാരൻ അങ്ങനെയല്ല, ദൈവത്തിന്റെ ജനം അങ്ങനെയല്ല. അവരുടെ അവസാനത്തിന് കർത്താവിന് വ്യവസ്ഥ വെച്ചിട്ട് ഇതെങ്ങനെ അവസാനിക്കണം, എന്ന് അവസാനിക്കണം എന്നൊരു വ്യവസ്ഥ വെച്ചിട്ട്. ഈ വ്യവസ്ഥയാണ്. അത് കിട്ടണമെങ്കിൽ, ഇതറിയണമെങ്കിൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവേ എന്റെ അവസാനം എങ്ങനെയാണെന്ന് അറിയിക്കണം, അതെന്നാണെന്ന് അറിയിക്കണം. എത്ര പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ജനിച്ചപ്പോ തന്നെ കർത്താവിന്റെ പക്ഷക്കാരനാണെങ്കിൽ അവനെ കുറിച്ച് കർത്താവിന് ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ അത് ചെയ്യുന്നവൻ, അവനോടാണ് കർത്താവ് അറിയിക്കുന്നത്, നീ ഇന്ന വിധത്തില് അവസാനിക്കുന്നു. പക്ഷെ അത് പ്രാപിക്കുന്ന ആരുണ്ട്? ശുശ്രൂഷ പ്രാപിക്കുന്ന ആരുണ്ട്? നമ്മള് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ ശുശ്രൂഷകളാണ്. അവിടെ ഒരാൾ നിന്ന് പ്രസംഗിക്കുന്നു, ഇവിടെ ഒരാൾ തിരുവത്താഴ്ചയാണ്, വേറൊരാൾ ഉന്നത സ്ഥാനത്തിലിരിക്കുന്നു.
കാണുക മുഴുവനും മുഴുവനും കാണുന്നത് മുഴുവനും നമ്മൾ ലോകത്ത് കാണുന്ന മുഴുവൻ ഇതാണ്, ശുശ്രൂഷകളാണ്. അതൊന്നും അല്ല ശുശ്രൂഷ. ഈ ലോകം മുഴുവനും അറിയാത്ത ഒരാളില്ല, അറിയാത്ത മനുഷ്യരില്ല ഒരാളുടെ കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഒരു പ്രശസ്ത സുവിശേഷകൻ, ലോകത്തിൽ ആ മനുഷ്യനെ അറിയാത്തവരാരുണ്ടോന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എല്ലാവരും അങ്ങോട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നു, അദ്ദേഹവും ചെന്നു. അപ്പൊ ലോകം മുഴുവനും സുവിശേഷം അറിയിച്ചത്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് കർത്താവിന് വേണ്ടി വലിയ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം സ്വപ്നം കണ്ടപ്പോ കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരില്ല. ഭയങ്കര വിഷമായി പോയി, തിരിച്ചു പോന്നു. പക്ഷെ ആ മനുഷ്യന്റെ ഒരു 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 നല്ല മനസ്സുള്ളവരെന്ന് നമുക്ക് ചിന്തിക്കാം. പിറ്റേ ദിവസം അത് അദ്ദേഹം പരസ്യം ചെയ്തു. എല്ലാവരും കേൾക്കണം, എല്ലാവരും അറിയണം. എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നു, എന്നെ എല്ലാവരും മാനിക്കുന്നു, ഞാൻ ഇത്രയും പ്രഗത്ഭനാണ്, പേര് കേട്ടവനാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് അറിയാമോ? ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്റെ പേരില്ല. ഇത് ഞാൻ കേട്ട ഒരു ന്യൂസാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 3 മാസം കഴിഞ്ഞു. ഇതൊക്കെ സംഭവിച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ സങ്കടം എഴുതിയിരിക്കുക. അദ്ദേഹം പറയാ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. 2-3 മാസങ്ങൾക്ക് ശേഷം ആദ്യം കണ്ട സ്വപ്നം കൂടാതെ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. എന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വന്ന് വരുത്തി. അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഞാൻ സ്വപ്നം കണ്ടു. കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാണ്. മരണം സംഭവിച്ചു. കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. എല്ലാവരും നിരനിരയായി നിൽക്കുക. ഈ ദേഹവും ചെന്നു. അവിടെ നോക്കുമ്പോ അങ്ങനെ പേരില്ല. അതും അദ്ദേഹം പരസ്യം ചെയ്തു. ഈ 2 കാര്യങ്ങൾ ഞാൻ ഇത് കണ്ടതാ, യൂട്യൂബിൽ കണ്ടതാ. ഇതെന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഞാനിങ്ങനെ രാവും പകലും ഇതായി ചിന്ത. കർത്താവേ, എന്താണ് ഇതിന്റെ പൊരുൾ? എന്താ പ്രശ്നം? എന്താ? കാരണം നമ്മളെല്ലാവരും ബാധിക്കുന്ന വിഷയം. നമ്മളെല്ലാവരും കർത്താവിന്റെ വേലക്കാരൻ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. വേറൊരു സമ്പാദ്യം നമുക്കില്ല. നമ്മുടെ ജീവിതം ഇതാണ്. നമ്മൾ നമുക്കായിട്ടൊന്നും കരുതിയിട്ടില്ല. പക്ഷെ നമ്മുടെ അവസാനം എങ്ങനെയാണ്? എനിക്കതൊന്നും അറിയാം. എന്തായിരുന്നാലും ചില അറിവുകൾ ഞാൻ അനുവദിക്കാനില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ള ചില കാര്യങ്ങൾ പിന്നീട് അത് ദൈവം അറിയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുക. അറിയിച്ച് കേൾക്കാനിടയായി. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാനത് ഇപ്പോൾ അത് തീർച്ചയായിട്ട് പറയുന്നില്ല. എന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പറയുന്നതിന്റെ സാരം ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. ഇതെങ്ങനെ അവസാനിക്കും? എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, പത്രോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചതിന് മുമ്പ് പത്രോസിനോട് കൂടെ അനേകം പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് അയച്ചതാ. അത് ശുശ്രൂഷയല്ലേ? അതല്ല ശുശ്രൂഷ. ശുശ്രൂഷയിൽ 2 ഭാഗമുണ്ട്. ഒന്ന് ശക്തിയുടെ പ്രദർശനമുണ്ട്, 2 ശുശ്രൂഷയുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ദൈവം ഒരാൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആദ്യം കൊടുക്കുന്ന ശുശ്രൂഷയല്ല, പിന്നെയോ ശക്തിയെ കൊടുക്കും. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം എന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നത് പോലെ ദൈവം തന്നെ ശക്തി അങ്ങ് കൊടുക്കുക. അതിന് വിശ്വസ്തനായാൽ മാത്രമേ ശുശ്രൂഷ കൊടുക്കൂ. ഒരാള് വരുമ്പോഴത്തേക്കും തന്റെ കമ്പനിയിൽ നിൽക്കാനായിട്ട്, മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോ കമ്പനിയുടെ ഓണർ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ഒരു 10,000 രൂപ കൊടുത്തു. 10,000 രൂപ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തോട് ആ കമ്പനിയുടെ എക്സ്റ്റൻഷൻ ഇച്ചിരി വിശാലതയിലേക്ക് വരുത്തേണ്ട ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് ഏൽപ്പിച്ചു. ഈ 10,000 രൂപ കൊണ്ട് അദ്ദേഹം
ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു രൂപ പോലും വേസ്റ്റ് ആക്കാതെ അദ്ദേഹം ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ കാര്യം നിവർത്തിച്ചു. ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ആ പോസ്റ്റിലേക്ക് വെച്ചു. ഇതുപോലെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശുശ്രൂഷ എടുത്തോ എന്ന് പറയാം. അങ്ങനെയല്ല. ഇതയോ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ദൈവശക്തിയാണ്. എന്നിട്ട് ദൈവം നോക്കുവാണ് ഇവൻ ഇതുകൊണ്ട് എന്ത് ചെയ്യും. ഈ ദൈവശക്തി ലഭിക്കുമ്പോഴാണ് കിട്ടുന്നതാണ് സ്വപ്നം കാണും, ദർശനം കാണും, പ്രവചനം ഉണ്ടാവും, അന്യഭാഷ ഉണ്ടാവും, കൃപാവരങ്ങൾ ഉണ്ടാകും, മരിച്ചവരെ എന്താ വീരി പ്രവർത്തിക്കും. ഇതെല്ലാ കാര്യങ്ങളും നടക്കും. എല്ലാവരും വിചാരിക്കും ഇതാ ശുശ്രൂഷ എന്ന്. ആ മനുഷ്യൻ നോക്ക്, നമ്മൾ കണ്ടിട്ടുണ്ട്. ശരീരത്തിൽ കിടക്കുന്ന കോട്ട് ഊരി ഇതെങ്ങനെ ഒന്ന് വീശി കഴിയുമ്പോഴത്തേക്കും 100 കണക്കിന് ആളുകൾ വീഴണം. അവരവിടെ വീഴുക. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇതാണ് ശുശ്രൂഷ എന്ന് വിചാരിക്കുക. അതല്ല ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തുകൊള്ളണം. ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ജനിപ്പിച്ച്, ക്രിസ്തുവിന് ജീവൻ കൊടുത്ത്, ക്രിസ്തുവിനെ ഉരുവാക്കി, ക്രിസ്തുവിനെ വരച്ചു കൊടുത്ത്, ക്രിസ്തു എന്ന് നല്ലോണം വളർത്തുന്നതാണ് ശുശ്രൂഷ. അതാ ശുശ്രൂഷ. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം വന്ന് വായിക്കുന്നത്. എന്റെ ശുശ്രൂഷയാൽ ഉണ്ടാകുന്ന ക്രിസ്തുവിന്റെ പത്രമാണ് നിങ്ങൾ. ഞാൻ ശുശ്രൂഷിച്ച എന്റെ ശുശ്രൂഷയിൽ ജനിച്ചതാ നീ എന്ന്. ഇതാ ശുശ്രൂഷ. അത് ശുശ്രൂഷയാണ്. മരിച്ചവരെ കേൾപ്പിക്കുന്ന അത് ശുശ്രൂഷയല്ല, ശക്തിയുടെ പ്രദർശനമാണ്. അതിലും വിശ്വാസത്തിലായിരിക്കും എന്നെങ്കിലും വരും. പക്ഷെ ഈ ക്രിയ നടക്കില്ല. അതായത് ഒരു ശിശു ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ജീവൻ വന്ന് പ്രജകരുമായി വളർച്ചാ പൂർത്തീകരണം പ്രാപിച്ച അതൊന്നും കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് അത്യപൂർവമാണ്. ആത്മീയ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരിലുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാവും. ആത്മീയ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അവൻ നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷൻ. ഈ 3 ക്വാളിറ്റിയിൽ കർത്താവ് കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് ആദ്യം ദൈവശക്തി അങ്ങ് കൊടുക്കും. ദൈവശക്തി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ പണി എന്ന് പറയുന്നത് പിന്നെ കണ്ടിരിക്കണം. ബിലയാമിനെ പോലെയാ ബോർഡാ വെച്ചിരിക്കുന്നത്. എന്താ അറിയാം, രാജാവിന് പോലും അറിയാം ബിലയാം ആരാന്ന്. എന്നാ ബിലയാമിന് സാധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആള്, സാധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പുള്ളിയുടെ കയ്യിലിരുന്ന് മനസ്സിലായി. അപ്പൊ പുള്ളി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ശുശ്രൂഷയാണ് വിജയം. ദൈവശക്തിയാണ്. ദൈവം ഇതിന് ശക്തി കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെളിഞ്ഞിട്ട് വേണം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ പറയുന്നത്. എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പോ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ദൈവശക്തി അതിൽ വിശ്വസ്തനെന്ന് തെളിഞ്ഞ് അവൻ തനിക്ക് ലഭിച്ച ദൈവശക്തി കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ആ ശുശ്രൂഷ കൊടുക്കും. ഈ ശുശ്രൂഷ കൊടുക്കുമ്പോഴാണ് അപ്പോസ്തലനായ പത്രോസിന് കർത്താവ് ദൈവശക്തിയൊക്കെ കൊടുത്തു. ഭൂതങ്ങൾ പുറത്താക്കി, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. അവസാനം അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുക. പത്രോസെ, ഈ നിൽക്കുന്നവരിൽ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉണ്ട് കർത്താവേ. കർത്താവ് അറിയുന്നല്ലോ. എന്റെ ആടുകളെ പാലിക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ മേയ്ക്കുക. 3 ശുശ്രൂഷയുടെ കാര്യങ്ങൾ അവനെ പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ശുശ്രൂഷ ആരംഭിക്കാൻ പോവാ. അപ്പോഴാരംഭിക്കാൻ പോകുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഓർക്കുക, നീ അരം കെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നടന്നു, ശരിയല്ലേ? എന്നാൽ വാർദ്ധക്യത്തിലെത്തിയതിനു ശേഷം, നിന്റെ ഈ ശുശ്രൂഷ തികച്ചതിന് ശേഷം നീ മറ്റൊരിടത്ത് നിന്റെ അരം കെട്ടും, നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. കർത്താവ് പറഞ്ഞത് അവൻ ഇന്ന വിധം മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കർത്താവ് പ്രവചിച്ചതാണ്. നമ്മളിവിടെ ചിന്തിക്കുന്നത്, നമ്മളിവിടെ സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണ് ഒരു മനുഷ്യന്റെ അവസാനം? ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയായിരിക്കും
എന്നുള്ളത് ആർക്കും അറിയില്ല. അതിന് സൂത്രപ്പണിക്ക് പോകും, ശൗല് പോയതുപോലെ. അത് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ആത്മീക മണ്ഡലത്തിലേക്ക് കയറാനായിട്ട് വിശ്വാസികൾക്കൊരു വഴിയുണ്ട്, ജാതികൾക്കൊരു വഴിയുണ്ട്. ജാതികളുടെ വഴി, അതുകൊണ്ട് അവരുടെ ജാതികളുടെ വഴി പഠിക്കരുത്. അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് ആത്മീയ മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് പോലെ തന്നെ ജാതികൾക്ക് ഒരു വിദ്യയുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും, നാളെ എന്താ എൻ്റെ അനുഭവം എന്തായിരിക്കും. ഇവിടെ ഈ തുള്ളി പറയുന്നവരൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ജാതികളാണ്. അപ്പൊ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ രണ്ട് വഴിയാണ്. ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജനത്തിന് നൽകിയിട്ടുള്ള വഴി. രണ്ടാമത്തത് ജാതികളുടെ വഴി. ആ വഴിക്ക് പോകരുത്. ആ വഴിക്ക് പോയാൽ അവൻ മരിക്കേണ്ടി വരും. ദൈവഭക്തനായ ഒരു മനുഷ്യൻ സത്യം അറിഞ്ഞതിന് ശേഷം ആ വഴിക്ക് പോയാൽ അവൻ മരിക്കേണ്ടി വരും. അതുകൊണ്ടായി പറയുന്നത്, കാണുന്നിടത്തേക്കെല്ലാം ചെന്ന് നമ്മൾ കൈപൊക്കരുത്, അവിടെ എല്ലാം ചെന്ന് മുട്ട് മടക്കരുത് പറയാതെ കൊണ്ടാണ്. കാരണം അവിടുത്തെ വഴി ആത്മീയമണ്ഡലങ്ങളിൽ പ്രവേശിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വ്യക്തമായിട്ട്, അതായത് ഒരു മനുഷ്യന്റെ ചരിത്രം മുഴുവനും പറയുന്ന സത്യാരാധന ഇല്ലാത്തവരുണ്ട്. ഒരു മനുഷ്യന്റെ ചരിത്രം മുഴുവനും അത് പറയും. പക്ഷെ അത് ജാതികളുടെ വഴിയാണ്, അത് യഥാർത്ഥ വഴിയാണ്. യഥാർത്ഥ വഴി എന്ന് പറയും ദൈവം തന്റെ സഭയ്ക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളതാണ്. അതിനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് ഒരു ദോഷം വരില്ല. അല്ലാത്തതൊക്കെ പല കാര്യങ്ങളും വരും, പക്ഷെ അതിലേക്ക് കയറാൻ നമുക്ക് പാടില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രകാരമാണ്. ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിന്റെ ജനത്തെ കർത്താവ് കൂട്ടുവരുത്തിയിരിക്കുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, പല ചിന്തകളുമുണ്ട്, പല പ്രാർത്ഥനകളുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ആകത്തുക ഇതൊന്നു മാത്രമാണ്. ഇതൊന്ന് സമാധാനത്തോടെ അവസാനിക്കണം. ഭക്തന്മാർ മരിക്കും പോലെ മരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്റെ ശുശ്രൂഷ ഞാൻ തികയ്ക്കണം. ശുശ്രൂഷ തികയ്ക്കുന്നതിന് മുമ്പ് ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണം. ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണമെങ്കിൽ കർത്താവ് അതിനു മുമ്പ് എനിക്ക് ദൈവശക്തി തരും. അതിൽ ഞാൻ വിശ്വസത തെളിയിക്കണം. അതാണ് കർത്താവ് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ, ഇന്ന് ആരാധനയ്ക്കായി കർത്താവ് ദൈവസന്നിധിയിൽ നമ്മളെ മുട്ടുകൾ മടക്കിയിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. കർത്താവ് നമ്മെ ഇന്ന് സത്യത്തിനും ആത്മാവിലും തന്നെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ആ ദിവസം, ഏത് ദിവസത്തേക്ക് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ സാക്ഷ്യം തികച്ച ഒരു ഭക്തന്റെ അവസാനം കർത്താവ് നമുക്ക് നൽകണം. ഇതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളെ ആദ്യം പറഞ്ഞല്ലോ, ഗമനത്തെ സ്ഥിരമാക്കിയത്, നമ്മുടെ ഗമനത്തെ കർത്താവ് സ്ഥിരമാക്കിയത്. കാരണം മുൻപുണ്ടായിരുന്ന ഗമനത്തിന് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ, നമ്മൾ ഒരു ജീവിയുടെ കാര്യം പറഞ്ഞു, ഒരു പുഴു റോഡ് മുറിച്ച് കിടക്കും. അതങ്ങനെ കടന്നു പോയിരുന്നെങ്കിൽ, ആ സ്പീഡിൽ പോയിരുന്നെങ്കിൽ വണ്ടി കയറി അത് പോകുമായിരുന്നു. അതിന്റെ പുറത്തേക്ക് അതിനൊന്ന് ഉത്തേജിപ്പിച്ചപ്പോ, അതിന് പുറത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോ അത് ഇത്തിരി സ്പീഡ് കൂട്ടി നേരെ അപ്പുറത്തേക്ക് കടന്നു. ആ ജീവി കടന്നു പോയതും വണ്ടി കടന്നു പോയതും ഒരുമിച്ചായിരുന്നു. ഇതുപോലെയാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, നീതിമാൻ മരിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. പക്ഷെ അതിൽ എഴുതിയേക്കാൻ എന്തറിയാമോ? നീതിമാൻ അനർത്ഥത്തിന് മുൻപേ കടന്നു. അനർത്ഥത്തിന് മുൻപേ, തൊട്ടു മുൻപേ, അപകടത്തിന് മുൻപേ അവൻ കിടന്നു. അങ്ങനെ ഈ ലോകത്തിന്റെ കയ്യിൽ അകപ്പെടാതെ, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മെ ആപത്തിൽ നിന്ന് ഒഴിച്ച് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും വാഴപ്പോഴും അല്ല, ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമുക്കിത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവമേ എന്റെ അവസാനം എങ്ങനെയായിരിക്കും? എന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഇനി എല്ലാം രാജകീയമായിട്ട് എല്ലാം അവസാനിച്ചിട്ടും കാര്യമില്ല.
രാജീവേട്ടന്റെ അവസാനിച്ചൊരു കാര്യമില്ല. കാരണം ഹാവേൽ മരിച്ചു, ഹാവേലിനെ കൊന്നതാ, രക്തച്ചൊരിച്ചില്ല, വേദനയോട് പ്രാണവേദനയോടുകൂടിയാ മരണം. സഹോദരൻ കൊന്നതാ. ആ കൊന്ന് അവിടെ വീണെങ്കിലും ആ രക്തം സംസാരിക്കുന്ന രക്തം. കാരണം ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം എന്ന് പറയും. ഹാവേലിനെ കയ്യിൽ ശരീരച്ഛേദം ചെയ്ത് കൊല്ലുമ്പോഴും ഹാവേലിന്റെ പ്രാണൻ സമാധാനത്തിലാണ്, അത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം മനുഷ്യന്റെ അവസാനത്തിന്റെ ശ്രേഷ്ഠമാണ്. അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമാണ് ഇന്ന് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആരാധന എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തു കാണണം, കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചു, എന്തിനു വേണ്ടി നടത്തി. ഇതിനെല്ലാറ്റിനും ഒരു അവസാനം, ഒരു ആകത്തുകയുണ്ട്. ആ ദിവസം സന്തോഷത്തോടു കൂടി, ആ ദിവസം മനസ്താപമില്ലാതെ ധൈര്യമായിട്ട് ആ സന്ദർഭത്തെ നേരിടാൻ, ആ സന്ദർഭത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ, ഇപ്പോൾ നാഥ നീ എന്റെ സമാധാനത്തോടെ വിട്ടയക്കുന്നത് കർത്താവിനുള്ളതുപോലെ പൂർണ്ണ സമാധാനത്തിൽ കർത്താവിനോട് ചേരുവാനുള്ള ദൈവകൃപ കർത്താവിന്റെ ജനത്തിന് കർത്താവ് തരണം. അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം. അതുകൊണ്ടൊന്ന് നമ്മുടെ ആരാധനയിൽ നമ്മുടെ പ്രാണൻ തടുക്കുവാൻ, നമ്മുടെ പ്രാണൻ സംസാരിപ്പാൻ, നമ്മുടെ പ്രാണൻ ആശ്വസിപ്പാൻ, നമ്മുടെ ശുശ്രൂഷ തികയ്ക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മിൽ പ്രസാദിക്കട്ടെ. ഒരു കാര്യം നമ്മൾ പറഞ്ഞത് മറന്നു പോകരുത്. നമ്മൾ കർത്താവിന്റെ പക്ഷക്കാരായി കർത്താവ് മുൻ നിയമിച്ചിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതോടുകൂടി, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷയുണ്ട്, നമ്മൾ ചെയ്യേണ്ട സൽപ്രവൃത്തിയുണ്ട്. ഈ കാര്യങ്ങൾ തികയ്ക്കാതെ നമ്മൾ ആ നിലയിൽ എത്തുകയില്ല. അത് നാം മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവെ ഞാൻ നിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നു, ഇന്ന് നിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നു, എനിക്ക് പൂർണ്ണമായും വിടുതൽ തരണം, നീ എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കണം, നീ എനിക്ക് തന്നിരിക്കുന്ന എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന സൽപ്രവൃത്തിയെ തികയ്ക്കണം. ആ നിലയിൽ കർത്താവ് എന്നെ എത്തിക്കുമാറാണ് എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വിവരങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ,